ചാര സോഫ്റ്റ്വെയറായ പെഗസസ് ഉപയോഗിച്ച് വാട്സാപ്പ് ഉപഭോക്താക്കളുടെ വിവരം ചോർത്തിയെന്ന കേസിൽ ഇസ്രായേൽ കമ്പനി NSO കുറ്റക്കാരനാണെന്ന അമേരിക്കൻ കോടതി വിധി കേന്ദ്ര സർക്കാരിന് പ്രഹരം. 2019 വാട്സാപ്പ് നൽകിയ പരാതിയിലാണ് കാലിഫോർണിയയിലെ ഓക്സ്ലൻഡ് ജില്ലാ കോടതിയുടെ വിധി. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരുടെ ഫോണുകൾ ചോർത്താൻ പെഗാസസ് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുവെന്ന ആരോപണം ഇതോടുകൂടി വീണ്ടും ചർച്ചയായി. ഇന്ത്യയിലെ പെഗസസ് കേസിൽ കേന്ദ്ര സർക്കാർ ഉരുണ്ടുകളിക്കുകയാണ് ചെയ്തത്. ചാര സോഫ്റ്റ്വെയർ വാങ്ങിയെന്നോ ഇല്ലെന്നോ കേന്ദ്രം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. വിവാദത്തിന്റെ ചുരുളഴിക്കാൻ ജസ്റ്റിസ് NV രമണ ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ 2021 ഒക്ടോബറിൽ സാങ്കേതിക സമിതിയെ നിയമിച്ച അന്വേഷണം നടത്തിയിരുന്നു. സമിതി പരിശോധിച്ച 5 ഫോണുകളിലും വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചുവെങ്കിലും പെഗസസ് ആണോ എന്ന് സ്ഥിരീകരിക്കാനാകാതെ അവസാനിപ്പിക്കേണ്ടി വന്നു. കേന്ദ്രം ഒരു ഘട്ടത്തിലും അന്വേഷണവുമായി സഹകരിച്ചില്ല എന്ന് തുറന്ന കോടതിയിൽ ചീഫ് ജസ്റ്റിസ് വിമർശിച്ചിരുന്നു. സത്യം തെളിയരുത് എന്ന കേന്ദ്രത്തിന്റെ പിടിവാശിയാണ് അന്വേഷണത്തെ വഴിമുട്ടിച്ചതെന്ന് ആക്ഷേപവും ഉയർന്നു. അന്വേഷണ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല. പെഗസസ് വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ സമിതിയിലെ ആർക്കും മുൻകാല പരിചയമില്ലാത്തത് കണ്ടെത്തിയ വൈറസിന്റെ സ്വഭാവം നിർണ്ണയിക്കാനോ തിരിച്ചറിയാനോ കേന്ദ്രത്തിന്റെ പേറ്റന്റ് ഓഫീസിൽ രേഖകളില്ലാതിരുന്നതു തുടങ്ങിയ കാര്യങ്ങളും ഇതിന്റെ തിരിച്ചടിയായി മാറി. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.